നമ്മൾ പറയുന്ന പദങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണം. അപ്പോൾ പിശാചിന് നമ്മെ പേടിയോ? നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പിശാചിന് നമ്മെ അടുക്കാൻ പേടിയോ? പിശാചാണല്ലോ സത്യത്തിൽ അടിസ്ഥാനപരമായി നശിപ്പിക്കുന്നവൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജലീലായ ഒരു സ്വഹാബിയെ, വളരെ ജലീലായ ഒരു സ്വഹാബിയെ പിശാച് ആയത്തുൽ കുർസി ഓടിക്കൊടുത്തു, പഠിപ്പിച്ചു എന്നത് നമ്മൾ കേൾക്കും, കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഇല്ലാത്തതാണ് ആയത്തുൽ കുർസി. എന്നാൽ പിശാചിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആയത്തും ആയത്തുൽ കുർസി. അതതിന്റെ താലിയുമായി ബന്ധപ്പെട്ടതാണ്, തിലാവത്ത് ചെയ്യുന്നവനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മുഖ്ലിസായ ആളാണ് ആയത്തുൽ കുർസി ഒന്നെങ്കിൽ കരിഞ്ഞു, പിശാചിനെ അടുക്കാൻ കഴിയില്ല. എന്നാൽ മുഖ്ലിസ് അല്ലെങ്കിൽ അവനിൽ കളിക്കും ഈ പിശാച്. ഒന്നും കൂടി പറയാം. ഖുർആനിലെ ഏറ്റവും വലിയ അതിശക്തമായ ആയത്താണല്ലോ ഏത്? ആയത്തുൽ കുർസി. പിശാചിന് ഏറ്റവും പ്രയാസമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. എന്നാൽ പിശാചിന് ഒരു പ്രയാസവും ഇല്ലാത്ത ആയത്തുമാണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ട്? ആയത്തുൽ കുർസി ഓടിക്കൊടുത്തു ഒരു പിശാച്, ഒരു സ്വഹാബി. ഖദൂബുൻ, അവൻ പെരുങ്കള്ളനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ പറഞ്ഞ നേരാണ്, പക്ഷെ അവന്റെ ഉദ്ദേശം ബാത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വഹാബി, ജലീലായ സ്വഹാബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, ആയത്തുൽ കുർസി ഓടി പഠിപ്പിക്കുക. ആര്? ഓടിയിൽ പഠിപ്പിക്കുക. ആര്? പിശാച്. മനസ്സിലായി? ചിന്തിക്കുക. അപ്പോൾ അവന് ആയത്തുൽ കുർസി ഓതുന്ന പ്രയാസമല്ല എന്നതിന്റെ അർത്ഥം. അങ്ങോട്ട് ഓതി കൊടുക്കുമ്പോൾ പ്രയാസമല്ല, ഇങ്ങോട്ട് ഓതി കേട്ടാൽ പ്രയാസമാണ്. ഇത് താങ്കൾ ഓടിയാൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. താങ്കൾ എന്നത് ആ സ്വഹാബിയുമായ ജലീലുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്ങോട്ട് ഓതി കൊടുക്കാൻ കഴിയും, ഇങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല. അതെന്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? ഈ ആയത്തുൽ കുർസി ഈ പിശാച് ഓതി കൊടുക്കുകയാണ്. ആർക്ക്? സ്വഹാബിക്ക്. സ്വഹാബി ഓടിയാൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാച് ആയത്തുൽ കുർസി ഓതി കൊടുക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ സ്വഹാബി ഓടിയാൽ അവിടെ കേൾക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആയത്തുൽ കുർസിയുടെ ഇഫാദത്ത്, അതിന്റെ തഅ്സീർ, അതിന്റെ ഫലം വെപ്പിക്കൽ, അതിന്റെ സ്വാധീനം, അതിന്റെ താലിയുമായി ബന്ധപ്പെട്ടതാ. താലി ഓടുന്നവൻ മുഖ്ലിസ് ആണെങ്കിൽ എന്ത് നടക്കും? ഓടുന്നവൻ മുഖ്ലിസ് അല്ലെങ്കിൽ പിശാച് കളിക്കലും നടക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും. ഇതിനും അപ്പുറം ചില രഹസ്യങ്ങൾ അതിലുണ്ട്. അത് പിന്നീട് പറയാം, എപ്പോ പറയുന്നില്ല. ഇനിയുണ്ടായില്ല രഹസ്യം. നമ്മുടെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചയിൽ ഞാൻ എൻ്റെ വേറെ ചില രഹസ്യങ്ങൾ അതിലുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നന്മയാണ് നമ്മളുടെ നന്നാകൽ. ആ നന്നാകലാണ് നമ്മുടെ വിജയത്തിന് നിദാനം. നമ്മൾ നന്നാവും. നിസ്കാരം വലിയൊരു അമലാണ്. പക്ഷേ നിസ്കരിച്ചവർ തന്നെ നരകത്തിൽ കിടക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് നിസ്കരിച്ചവനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നിസ്കാരം മുഖ്ലിസ് നിസ്കരിക്കുമ്പോൾ അയാൾ സ്വർഗത്തിലേക്ക് എടുക്കും. മുഖ്ലിസ് അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. മുനാഫിഖാണെങ്കിൽ നരകത്തിലേക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ മർമ്മം ഇഖ്ലാസും. മർമ്മം ഇഖ്ലാസ്. എന്താ ഇഖ്ലാസ്? ഇഖ്ലാസ് എന്നാൽ ഇപ്പോൾ പാടിയ പാട്ട് തന്നെയാ. ഇഖ്ലാസ് എന്താണ്? ഇഖ്ലാസ് ഇപ്പോൾ പാടിയ പാട്ടാണ്. അതിന്റെ ഫലത്തിൽ പാടാൻ കഴിയണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. തന്നെ ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരാൾ എന്റെ ഖൽബിലില്ല. എന്താണ് ഇഖ്ലാസ്? എന്താ ഇഖ്ലാസ്? ഇഖ്ലാസിന്റെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ ഇഖ്ലാസ്? ഇഖ്ലാസ് എന്നാൽ തജ്രീദുൽ ഖൽബി ലില്ലാഹ്. തജ്രീദുൽ ഖൽബി ലില്ലാഹ്. അല്ലാഹുവിന് ഹൃദയത്തെ ഒറ്റക്ക് കൊടുക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അതാണ് ഇഖ്ലാസ്. മനസ്സിലായില്ലേ? തജ്രീദുൽ ഖൽബി ലില്ലാഹ്. അതാണ് ഇഖ്ലാസ്.
മുന്നിൽ വന്നിരിക്കും. തജ്രീദുൽ ഖൽബി ലില്ലാഹ്. തജ്രീദ് ഇങ്ങോട്ട് നോക്ക്. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്നാൽ തജ്രീദുൽ ഖൽബി ലില്ലാഹ്. ഹൃദയത്തിൽ ആര് മാത്രം ഒന്നുമില്ലാതെ അതിനനുസരിച്ച് കേറിപ്പോവും. ആഖിറം പോലും ലക്ഷ്യമില്ല. എന്റെ ലക്ഷ്യം അള്ളാഹുവാണ്. എന്റെ കൽബിൽ അള്ളാഹു അല്ലാതെ ഒന്നുമില്ല, സ്വർഗം പോലും ഇല്ല. അതിന്റെ ആഴം അതാ. നമ്മൾ സ്വർഗം കിട്ടുന്നത് പോലും അള്ളാഹ് ഉണ്ടാകൽ എന്ന് വിചാരിക്കും. പക്ഷേ അതിന്റെ അപ്പുറത്തേക്കാണ് പോയാല് അതും അബദ്ധാണ്. സ്വർഗം പോലും അബദ്ധാണ്. ഓരോന്നിന്റെ ആഴത്തിലേക്ക് പോയാൽ അങ്ങനെയാണ്. ചിന്തിക്കണം. അച്ചുമരി നമ്മൾ കണ്ടാൽ അത്യാവശ്യം വൃത്തിയുള്ളതാണ് ചുമരി. പക്ഷെ പെയിന്റിംഗുകാരനത് വൃത്തിയുള്ളതല്ല. അങ്ങനെ തന്നെയല്ലേ? ഇവിടെ നോക്കിയാൽ ആ ചുമര് ഒരു വൃത്തിയുള്ള ചുമരാണ്. അതേസമയത്ത് അതിലേക്ക് അടുക്കുമ്പോൾ അത് വൃത്തിയുള്ളതാവില്ല. അവൻ എന്ത് ചെയ്യണം? മറ്റേ പേപ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യണം? വരക്കണം. എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിങ്ങളിങ്ങനെ നോക്കിയാലോ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മനസ്സിലാക്കണം. ചിന്തിക്ക്. നമ്മളെല്ലാവരും ഇവിടെ കയറിയിരുന്നു. നമുക്ക് അവിടെ കയറിയിരിക്കാൻ മതിയായ ഒരു ആളല്ലേ ആണ്. നല്ല റാഹത്താണ്, ഉഷാറാണ്. പക്ഷേ സമയത്ത് പുതിയാപ്പണ്ണ സ്വീകരിക്കാൻ മതിയാവില്ല. ഇനിയും ചമയങ്ങൾ വേണ്ടി വരും. ഇനിയും അതിന് ഭംഗിപ്പെടുത്തേണ്ടി വരും. ഇനി അതിന് സഫായി ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം കൽബിലുണ്ടായി, നരകം കൽബിലുണ്ടായി. നരകം കിട്ടരുത്, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഒരളവിൽ നല്ല തന്നെയാണ്. അവിടുന്നും പോവുക. ഇനിയും പണിയെടുക്കുകയാണെങ്കിൽ അതും അബദ്ധമാണ്, അതും വലിച്ചേണ്ടി വരും. മനസ്സിലായോ? നല്ല പായാണ്, നല്ല പ്രായത്തിലായിരിക്കും. അതേ സമയത്ത് മക്കത്തെ ഇമാമിനെ സ്വീകരിച്ച് നമ്മൾ കൊണ്ടുവന്നിരുത്താണെങ്കിൽ ഈ പായ ഒഴിവാക്കിയിട്ട് പുതിയ നമ്മൾ തുർക്കിന്ന് കൊണ്ടുവന്ന 1-ാം നമ്പർ കാർപ്പറ്റ് ഇരിക്കും. അപ്പൊ നിങ്ങളിവിടെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പായ വിരിച്ച് നിങ്ങൾക്ക് സന്തോഷം തോന്നും. അതേസമയത്ത് മക്കത്തെ ഇമാമിനെ കൊണ്ടുവന്നത് നമ്മൾ ഇവിടെ ഇരുത്താൻ നേരത്തെ. മനസ്സിലായോ? ഇവിടെ ഇരുന്നോളി പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുകയറ്റങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തോളി പറഞ്ഞാൽ നിന്ദിക്കലാണ്. നമ്മളോട് ഇരിക്കുന്ന പറഞ്ഞാൽ ബഹുമാനിക്കലാണ്. അവരോട് ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അത് നിന്ദിക്കലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി പടം പിരിക്കും. മനസ്സിലായോ? ഇതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോഴേ അത് മനസ്സിലാവും. സ്വർഗം കിട്ടണം, നരകം കിട്ടരുത്. ഇതൊരു ചിന്തയാണ്, നല്ല ചിന്തയാണ്. കുറച്ചും കൂടെ പോവുക. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു വേസ്റ്റ് ആവും. സ്വർഗം വേണ്ട, നരകം വേണ്ട, കിട്ടണ്ടെന്നല്ല, അതൊന്നുമല്ല മഖ്സൂദ് ആരാണ്? ഇഖ്ലാസ്. وما أمروا إلا ليعبدوا الله مخلصين له الدين. ഹിമാലയം പൊളിച്ചിട്ട് ലോകത്തെ വൻകരകളിൽ കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമല്ല. അങ്ങനത്തെ ഒരു കമ്പനി ഏൽപ്പിക്കണം. ഹിമാലയം അങ്ങോട്ട് കോരിയെടുക്കുക. എന്നിട്ട് ഇന്ത്യയിൽ കുറച്ച് മണ്ണ് നിരത്തുക, കുറെ മണ്ണ് പാകിസ്ഥാനിൽ നിരത്തുക, കുറെ ചൈനയിൽ നിരത്തുക, കുറെ നേപ്പാളിൽ നിരത്തുക, കുറച്ച് ഭൂട്ടാനിൽ നിരത്തുക. പിന്നെ കുറെ മണ്ണ് എന്ത് ചെയ്യുക? കൊണ്ടിട്ട് എൻ്റെ സൂയസ് കനാൽ പോലെ എവിടെയെങ്കിലും അമേരിക്കക്കൊക്കെ പോകേണ്ടടുത്തൊക്കെ പോലെ എന്ത് ചെയ്യാറോ ഒന്ന് റോഡ് വിട്ടുക, കടലിൽ ഇടുക. ഹിമാലയത്തിന് മണ്ണിട്ടാണെങ്കിൽ അത് മണ്ണെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൗദിയിലേക്ക് റോഡ് മാർഗം പോകാൻ കഴിയും. അതും പ്രയാസമൊന്നുമല്ല. ലോകത്തുള്ള ഇത്തരം കമ്പനികൾ എടുത്തിട്ട് എന്ത് ചെയ്തു? അവരങ്ങോട്ട് മെനക്കെട്ടാൽ അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. കുറച്ച് വർക്ക് നടക്കും. 1, 2, 3, 4 കൊല്ലം കൊണ്ട് എന്തായി? ഹിമാലയം പൊളിഞ്ഞ് അറബിക്കടൽ തൂർക്കാൻ കഴിയും. അതൊരു പ്രയാസമല്ല. ഇഖ്ലാസ് പ്രയാസം. അതിന്റെ കൂടെ ഇല്ല. എന്തോന്ന് പറഞ്ഞോയോ? എന്ത് പറഞ്ഞു? ഹിമാലയം പൊളിച്ചിട്ട് അറബിക്കടൽ തൂർക്കൽ പ്രയാസമല്ല, എന്നാൽ ഇഖ്ലാസ് കൽബിൽ കൊണ്ടുവരൽ പ്രയാസമാണ്. അള്ളാഹ്ക്ക് വേണ്ടതോ ഇഖ്ലാസ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ. ഇഖ്ലാസ് ഉള്ളവരാകാൻ അല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് വേണ്ടത് ഇഖ്ലാസ. നമുക്കില്ലാത്തതും ഇഖ്ലാസ. ഇഖ്ലാസ് ഉണ്ടെങ്കിലോ ഒറ്റ റമദാൻ മതിയാവും. റമദാൻ കിട്ടിയില്ലേലും മതിയാവില്ല. ഖദീജ വേണ്ടിയില്ല.
ഖദീജ ബീവിക്ക് റമദാൻ കിട്ടിയിട്ടില്ല, ഒരു കമ്മിയില്ല. എന്നിട്ടും അവരെന്നെയാണ് സ്വർഗീയ വനിതകളിൽ നേതൃസ്ഥാനത്താരാ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 120 വയസ്സ് ദുനിയാവിൽ ജീവിച്ചിട്ട് അതിൽ 110 കൊല്ലം നോമ്പുവറ്റ നമ്മളെ നാട്ടിലെ ഏതോ ബീരിയയും സക്കീനത്താത്തയും ഒക്കെ അവിടുത്തെ താഴേക്കടയിലായിരിക്കും. ഒരൊറ്റ നോമ്പ് പോൽക്കാത്ത ഖദീജ ബീവി ഏറ്റവും മേലിയിരിക്കും. അങ്ങനെ ഞങ്ങളിന്റെ കൂടെ ഇല്ലല്ലോ, മനസ്സിലായില്ലേ? ഖദീജ ബീവിയോ ഹബീബായ റസൂലാണ് 54-ാമത്തെ വയസ്സിലാണ് നോമ്പ് വരുന്നത്. 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായിട്ടുണ്ട്. അപ്പൊ റമദാൻ നോമ്പ് ആരും നോറ്റിട്ടില്ല, ഖദീജ ബീവി നോറ്റില്ല. 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. ഹബീബിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. 54-ാമത്തെ വയസ്സിലാണ് നോമ്പ് വരുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ടും ഒരു ഒരൊറ്റ നോമ്പ് ഖദീജ ബീവി നോറ്റിട്ടില്ല. നോമ്പിനെ പറ്റി ഒരു വിവരവും നേരത്തില്ല. 54-ാമത്തെ റമളാൻ മാസത്തിലെ വയസ്സിൽ ശഅബാൻ അവസാനിക്കുമ്പോൾ ഖത്തബലനാ റസൂലുള്ളാഹി ഞങ്ങൾക്ക് മുന്നിൽ എണീറ്റ് പ്രസംഗം നടത്തി. നാളെ മുതൽ ഒരു മഹത്തായ മാസമാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് ഫർളാക്കിയിട്ടുണ്ട്. 54-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി ഞങ്ങൾക്ക് മുന്നിൽ ശഅബാനിലെ അവസാനത്തെ ദിവസം പ്രസംഗം നടത്തിയെന്ന് ഹദീസ് ശരീഫിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ മുഹദ്ദിസുകളും അങ്ങനെ തന്നെ പറയുന്നു. 50-ാമത്തെ വയസ്സിലോ ഖദീജ ബീവി വഫാത്തായി. അപ്പോൾ അവർക്കൊരു നോമ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ അവരാരാ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മഹദികളുടെ നേതൃസ്ഥാനത്താണ് ആര്? മഹദിയായ ഖദീജത്തുൽ കുബ്രാ. ഖദീജ ബീവി അവരുടെ സ്ഥാനം അവർക്കില്ല. പിൽക്കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ ആതാഖുല്ലാഹു മിസ്ലഹ, അങ്ങനത്തെ ഒരാളെ പിന്നെ നിങ്ങൾക്ക് പടച്ചോൻ തന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. പിൽക്കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ ഹബീബായ നബിയോട്, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ വേദനിക്കുക ഖദീജ വഫാത്തായതിൽ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖദീജ ബീവി ഇല്ലല്ലോ വേദന, മനസ്സിലായില്ലേ? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ഖദീജ ആയിഷ ബീവി പറഞ്ഞു, അതാഖുല്ലാഹു മിസ്ലഹ യാ റസൂലല്ലാഹ്, അങ്ങനത്തെ പെണ്ണുങ്ങൾ പിന്നെയും പഠിച്ചു നിങ്ങൾക്ക് തന്നില്ലേ നബിയെ? മനസ്സിലായോ? അപ്പോൾ ഹബീബ് മറുപടി പറഞ്ഞു, അതുപോലത്തെ പെണ്ണിനെ പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു നോമ്പ് വെച്ചിട്ടില്ല, ഒരു ഖുർആൻ ഖത്തം തീർത്തിട്ടില്ല. ഖുർആൻ ഖത്തം തീർത്തുന്നത് റസൂലുള്ളാഹി 63-ാമത്തെ വയസ്സിലല്ലേ അല്ലാഹു ഇറക്കിയത്, പൂർത്തിയാക്കിയിട്ട്. ഖദീജ ഇറക്കുമ്പോൾ വഫാത്താകുമ്പോൾ കുറച്ചായത്തല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. എന്നിട്ടും സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകൾ ഏറ്റവും നേതൃസ്ഥാനത്ത് ആരന്നെയാ? എന്റെ ഇഖ്ലാസ് അതിന് കഴിയോ? ഈ കൊല്ലം ജയിക്കാൻ കഴിയും, കൊല്ലം ജയിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ കൊല്ലം ഒരു സ്റ്റെപ്പ് കയറ്റിച്ചൂടെ? സ്റ്റെപ്പാണ് കയറ്റി, പൂർണ്ണമായിട്ടാവൂല, ഒരു സ്റ്റെപ്പാണ് കയറ്റിച്ചൂടെ? ഈ കൊല്ലം ഒരു സ്റ്റെപ്പ് കയറ്റിയാൽ, ഒരു സ്റ്റെപ്പ് കയറ്റിയാലോ അതിനനുസരിച്ചൊക്കെ കയറ്റണം, വേണ്ടിവരും. ഒരു സ്റ്റെപ്പ് കയറ്റിയാൽ അതിനനുസരിച്ച് കയറ്റിണ്ട്. എൻ്റെ മകൾക്ക് പുതിയാപ്പിളായിട്ടൊരു നാടൻ മതി ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള സൗകര്യം മതി. എൻ്റെ മോൾക്ക് പുതിയാപ്പിളായിട്ടൊരു നിപുണനായ ആലിമ് വേണം, അപ്പോൾ ലേശം കൂടി ബുദ്ധിമുട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള സൗകര്യമൊക്കെ വീട്ടിൽ വേണം, ചിട്ടയും കാര്യമൊക്കെ വീട്ടിൽ വേണം. എന്റെ മോൾക്ക് പുതിയാപ്പിളയായി തങ്ങളുട്ടിയെ വേണം, കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടി വരും. എന്റെ മോൾക്ക് പുതിയാപ്പിളയായി ആലിമായ തങ്ങളുട്ടിനെ തന്നെ വേണം, അപ്പോൾ ലേശം കൂടി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ നാടന്മാരെ സൗകര്യം ചെയ്യുള്ളൂ, ആലിമായ സൈദുട്ടിനെ വേണം നടക്കൂല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല പഠിച്ചോനെ. അതായത് ലേശം നാം പൊന്തിച്ചാൽ അതിനനുസരിച്ച് ഒക്കെ പൊന്തിക്കേണ്ടി വരും. എല്ലാം ഒന്ന് പൊന്തിക്കാം, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ഗീറ് മാറ്റിനനുസരിച്ച് ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടാവില്ലേ? ഗീറ് മാത്രമാണോ മാറുന്നത്? എന്തോ ഒരു കൗമാണ് പഠിച്ചോനെ. മനസ്സിലായില്ലേ? അത് ഫസ്റ്റ് ഗിയറിന് ഹൈ ഗിയറിലേക്ക്, സെക്കൻഡ് ഗിയർ ഹൈ ഗിയറിലേക്കാണ് കയറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച്
ടൈഗർ കയറ്റിയ വണ്ടിക്ക് അതിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഉണ്ടാവണല്ലോ. മനസ്സിലായാൽ ചിന്തിക്കണം. ന്യൂട്രലിട്ടിട്ടും വണ്ടി പോകണമെന്നാ നടക്കണ കാര്യമില്ലല്ലോ. നിങ്ങളിന്റെ കൂടെ വരി, അതിനനുസരിച്ച് എന്ത് വേണം വ്യത്യാസപ്പെടുത്തണം. ഇഖ്ലാസിനേക്കാൾ വലിയൊരു സംഗതിയില്ല. ഇങ്ങോട്ട് നോക്കി, കണ്ണിന് ഇമ തെറ്റാതെ നോക്കണം, കേൾക്കേണ്ട വിഷയം. ഈ കൊല്ലം നന്നാകെ നമുക്ക് കഴിയും. പക്ഷെ ഇഖ്ലാസ് എന്താ? ഇഖ്ലാസ് തജ്രീദുൽ ഖൽബി ലില്ലാഹ്. ഖൽബ് ആർക്ക് കൊടുക്കണം? അല്ലാഹുക്ക് മാത്രം. അല്ലാഹു കൊടുക്കണമല്ല, അല്ലാഹുക്ക് മാത്രം കൊടുക്കണം. അപ്പൊ ശരി, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എന്റെ ഖൽബിൽ അല്ലാഹു അല്ലാത്ത ഒരാളും ഇല്ല, ഒന്നുമില്ല. എന്റെ ഖൽബിൽ അല്ലാഹു, സ്വർഗ്ഗം പോലും എന്റെ ഖൽബിലില്ല, എന്റെ ഖൽബിലല്ല. അതാണ് യഥാർത്ഥം. പിന്നെ നമുക്ക് നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല, പിന്നെ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ അതേറെ പ്രയാസ. പക്ഷേ അത് പ്രയാസല്ലേനും മെനക്കെട്ട നടക്കും. ഞാൻ പറയട്ടെ, സ്വർഗം വരെ കൽബ് നിർത്തലേണ്ട, അവിടേക്ക് എത്തിയിട്ടില്ല. ഒന്നും കൂടി കയറിക്കൂടെ? നമുക്കൊന്ന് അള്ളാഹു എന്ന ചിന്തയിലേക്ക് കയറിക്കൂടെ? എന്നാലും കമ്മി വരും. എന്തുകൊണ്ട്? പ്രയാസ. ഞങ്ങളോട് പറഞ്ഞു, ഹിമാലയം പൊളിച്ചിട്ട് അറബിക്കടൽ തൂർക്കൽ എളുപ്പമാണ്, ഇഖ്ലാസ് എളുപ്പമല്ല. അറബിക്കടൽ തൂർക്കൽ എളുപ്പമാണ്, ഇഖ്ലാസ് എളുപ്പമല്ല. അറബിക്കടൽ തൂർക്കാൻ വേണ്ടി നാട്ടിലെ എല്ലാ കമ്പനിക്കാരും ഇറങ്ങിയിട്ട് അവര് മലയൊക്കെ പൊളിച്ചിട്ട് മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് അത് ലോഡ് ചെയ്താൽ കുറച്ച് കൊല്ലം കൊണ്ട് അതൊക്കെ നടക്കും. അതൊന്നും പ്രയാസം, അതൊക്കെ എന്ത് നടക്കൂല. പണിയാ, ഭയങ്കര പണിയാണ്. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സിർറും ബൈനല്ലാഹി വ ബൈനൽ അബ്ദി. അല്ലാഹും അടിമയും തമ്മിലുള്ള രഹസ്യമാണ്. ഫയഅലമുഹു അബ്ദുൻ ഫലാ യഅലമുഹു മലക്കും ഫയക്തുബഹു. ഇഖ്ലാസിനെ എഴുതി വെക്കാൻ മലക്കിന് പോലും അധികാരമില്ല. എന്റെ മലക്കതറിയില്ല, അത്ര രഹസ്യമാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഇഖ്ലാസ് എന്നാൽ സിർറുൻ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി. അല്ലാഹും അടിമയും തമ്മിലുള്ള രഹസ്യം. ഫലാ യഅലമുഹു മലക്കുൻ. ഒരു മലക്കിന് അത് അറിയൂല. ഫയക്തുബഹു. എഴുതി വെക്കണമെങ്കിൽ മലക്കിന് അത് അറിയണ്ടേ? മലക്കിന് അറിയില്ല. മലക്കിന് നിങ്ങൾ നിസ്കരിച്ചാൽ അറിയും, നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അപ്പൊ നിസ്കാരം എഴുതി വെക്കും മലക്ക്. ഞാൻ നിസ്കാരം അവിടെ കൊണ്ടിട്ട് തെരഞ്ഞെടുത്ത് വലിച്ചെറി. മനസ്സിലായോ? ഉദാഹരണം പറയാ, തേങ്ങട്ട്. എളുപ്പം പറയാം, തേങ്ങട്ട്. അപ്പൊ തേങ്ങ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ തേങ്ങട്ട് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പൊറുക്കി കൂട്ടും. തേങ്ങൊക്കെ പൊറുക്കി കൂട്ടി എല്ലാവരും തെങ്ങിന്റെ ഇടയിൽ ഒരു 4 തെങ്ങിന്റെ തേങ്ങ 4 തെങ്ങിന്റെ ഇടയിൽ പൊറുക്കി കൂട്ടി അങ്ങനെ വലിപ്പാന്റെ കാലത്തൊക്കെ അങ്ങനെ ചെയ്യും. നമ്മൾ കുട്ടികൾ അങ്ങനെ ചെയ്യുക. നമ്മളെ കുട്ടികളെ കൽപ്പനയാണ് എന്ത്? വലിപ്പാന്റെ കൽപ്പനയാണ് എന്ത്? തേങ്ങ പൊറുക്കി കൂട്ടണം. ഞങ്ങൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ പൊറുക്കി കൂട്ടും. കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊക്കെ ദിവസം ഞായറാഴ്ച അങ്ങനെയൊക്കെ തേങ്ങ ഇടും. എന്നാൽ എന്താ, കുറേ പണി അങ്ങനെ നടക്കും. നമുക്കത് രസമാണ്. വലിപ്പാന്റെ വക എന്തെങ്കിലുമൊക്കെ ചിരണയുണ്ടോ, എന്തെങ്കിലും ചില്ലറ പൈസയും കിട്ടും. ഇങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ പൊറുക്കി കൂട്ടും. തേങ്ങ പൊറുക്കി കൂട്ടുക എന്നുള്ള നമ്മൾ ഉത്തരവാദിത്തം. തേങ്ങ നമ്മൾ പൊറുക്കി കൂട്ടും. പിന്നെ വല്ലിപ്പ വരും. വല്ലിപ്പ വന്നിട്ട് തേങ്ങ ഒന്ന് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് നമ്മൾ പൊറുക്കി കൂട്ടിയത് മുന്നിൽ ചില തേങ്ങ വല്ലിപ്പ ഇങ്ങനെ എറിയും. എന്തുകൊണ്ട്? അതിൽ കാമ്പുണ്ടാവില്ല. കാമ്പ് ഉണ്ടാകാത്ത നമുക്കറിയില്ല. തിരിഞ്ഞിട്ടില്ല. കാമ്പ് നോക്കാൻ നമ്മോട് കഴിയൂല. ആ കുട്ടി പ്രായത്ത് കാമ്പുള്ളത് എടുത്താൽ മതി എന്നാ നമ്മൾ ചിലപ്പോൾ കാമ്പില്ലാത്ത വലിച്ചെറിയും, കാമ്പുള്ളോ വലിച്ചെറിയും. അപ്പൊ എന്തായി? നമ്മളോട് വലി പറയും തേങ്ങ കുറുക്കി കൂട്ടിക്കളയും. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഇങ്ങനെ നടന്നു നോക്കിയാൽ ഈ കാമ്പുള്ളതുണ്ട്, കാമ്പില്ലാത്തതുണ്ട്, അതില് കരിക്കുണ്ട്. ഇത് തേങ്ങാക്കൂട്ടത്തിൽ കൂടിട്ടാല്ല കരിക്ക്. തേങ്ങാക്കൂട്ടത്തിൽ ഇട്ടാൽ തേങ്ങാക്കൂട്ടത്തിൽ ഇട്ടാൽ കൊല്ലം കഴിയാൻ നാശാവില്ല. കരിക്ക് 2 ദിവസം കൊണ്ട് വാടി നശിച്ചു. അന്ന് തന്നെ വെട്ടിക്കുടിക്കണം. മനസ്സിലായില്ലേ? നമ്മളാ പ്രായത്തിൽ നമുക്ക് ഇളനീനും കരിക്കും ഒക്കെ ഒരുപോലെയാണ്.
നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? മലക്ക് എഴുതി വെക്കും. മലക്കിന് എന്താ അറിയില്ല? ഇഖ്ലാസ് അറിയില്ല, അറിയൂല. എന്തുകൊണ്ട്? അത് രഹസ്യമാണ്. ആരുടെ? അള്ളയും അടിമയും തമ്മിലുള്ള രഹസ്യമാണ്. അവിടെ കിടത്തണമെങ്കിൽ, മലക്കിന് വരെ തിരിയാത്തൊരവസ്ഥയിലെത്തണമെങ്കിൽ ഇഖ്ലാസിന്റെ കട്ടിയത്തിലിരിക്കണം. നിങ്ങളിന്റെ കൂടെ ഇല്ല, അത് വലിയ പണിയാണ്. ആ പണിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പണിക്ക് നമ്മൾ എത്തണം. എത്തും അള്ളാഹു തൗഫീഖ് തരട്ടെ. മലക്കിന് ഇഖ്ലാസ് അറിയുകയില്ല എന്ന് എഴുതി വെക്കാൻ. മലക്കിന് ഇഖ്ലാസ് അറിയില്ല. അടിമക്ക് ഇഖ്ലാസ് ഇല്ലുണ്ടോ അല്ലേ മലക്കിന് അറിയില്ല. മലക്ക് ഒക്കി കൂട്ടും. നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? മലക്ക് എഴുതി കൂട്ടും. മറ്റേ അടിമയും ഉടമയും തമ്മിലുള്ള രഹസ്യം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ടോന്ന് നമുക്ക് പോലും അറിയില്ല. അവിടെ എത്തിയറിയും. എത്തുന്നത് വരെ നമ്മൾ വിചാരിക്കും, എത്താൻ അടുത്താൽ നമ്മൾ വിചാരിക്കും നമ്മൾ എത്തിയിട്ടില്ല. അതുവരെ വിചാരിക്കും എത്തിയിട്ടുണ്ട്. ഒരു മർത്തബയിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഒരു മർത്തബയിൽ എത്തിയാലേ എനിക്ക് ഇതുവരെ ഇഖ്ലാസ് ഞാൻ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളൊക്കെ ഇപ്പൊ മനസ്സിലാക്കും നമുക്ക് ഇഖ്ലാസ് ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമ്മൾ ചില വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ലോക്കൽ അലക്കലക്കും, എന്നിട്ട് നമ്മൾ തേക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നന്നായി നല്ല ഉഷാറായിട്ട് നമ്മൾ അങ്ങനെ നടക്കും. പിന്നെ നമ്മൾ നിപുണനായ ഒരു ലാൻഡ്രിക്കാരനെ കൈ കൊണ്ടേ കൊടുത്തു. ഈ നിപുണനായ ലാൻഡ്രിക്കാരൻ എന്ത് ചെയ്തു? അയിമല നമ്മൾ പണിയെടുത്തു. പിന്നെ അതിന് തേച്ചിങ്ങനെ വൃത്തിയായി ഒരു 50 രൂപ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി ആ സാധനം തിരിച്ചു തന്നാൽ നമ്മൾ ചോദിക്കും, കുപ്പ മാറിയിരിക്കണേ. എന്റെ ഉപ്പയല്ല, എന്റെ ഉപ്പേന്റെ തന്നെ. മനസ്സിലായില്ല? ഇതിൽ ഒരുപാട് ചെളി നേരത്തെ ഈ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചു ഇത് നന്നായിക്കണ. സത്യത്തിൽ നന്നാകാത്ത കുപ്പായത്തിനെ പറ്റിയാണ് ഈ നന്നായിരുന്നു എന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങളിന്റെ കൂടെ പിന്നെ എവിടെ എത്തണം? പിന്നെ നമുക്കത് നന്നായി കാണുമ്പോഴാണ് ഇന്റെ കുപ്പായ ഇതുവരെ മര്യാദയ്ക്കാൻ അലക്കിയിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാവുക. മനസ്സിലായോ? ചിന്തിക്കുക. ബോധം തരട്ടെ. ഒരു മലക്കിന് പോലും ഖൽബിൽ കണ്ടിട്ട് കേറ്റണത് ആര് അല്ലാഹ്. പിന്നെ പേടിയില്ല. ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തസത്തുരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട മഹാനായ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിൽ വിശദീകരിക്കുന്നുണ്ട്. ലോകം കണ്ട സൂഫിയാണ് സഹീൽ ഇബ്നു അബ്ദുല്ലാ. അവരോട് ചോദിക്കപ്പെട്ടു, അയ്യു ശൈഇൻ അശദ്ദു അല നഫ്സിന് ഏറ്റവും കഠോരമായ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? ഫഖാല, അവർ പറഞ്ഞു, അൽ ഇഖ്ലാസ് തന്നെയാണ്. നിസ്കരിക്കാൻ പ്രയാസമല്ല, നോമ്പ് നോൽക്കാൻ പ്രയാസമല്ല, ഇഖ്ലാസ് പ്രയാസം. അയ്യു ശൈഇൻ അശദ്ദു അല നഫ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണെന്ന് ഒരിക്കൽ സഹീൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കെ പറ. വലിയ മഹാനാ സഹീൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. ഞാൻ എന്തേ പറഞ്ഞറിയോ? ശരിക്കും മനസ്സിലാക്കണം. നമ്മളുടെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നമുക്ക് വേണ്ടി വരില്ല. ആരും മതിയാവും, ഒരിക്കലും നമ്മൾ എത്തണം. ഒന്നും വേണ്ടി വരില്ല. എത്താൻ കഴിയും. എത്തൂരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഭൂമി അട്ടിമറിയും. നിങ്ങൾ വിചാരിക്കേണ്ട അത് നബിയുടെ കാലത്താണല്ല. ഇല്ലെങ്കിലോ? ആകാശം ഭൂമിയും ഒന്നായി മാറും. ആകാശത്തെ ഭൂമിയുടെ മേലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടും. എന്റെ മുഖ്ലിസീങ്ങളില്ലെങ്കിൽ ഇല്ലേ? ഉണ്ട്. മുഖ്ലിസീങ്ങൾ ഉണ്ട്, നമ്മളല്ല. അവിടേക്ക് എത്തിയാലോ ഒരു പ്രയാസം ഉണ്ടാവില്ല. നഫ്സിന് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? അപ്പോൾ സഹീൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇഖ്ലാസ് ആണ്. ഏറ്റവും പ്രയാസം ഇഖ്ലാസാണ് എന്ന് പറഞ്ഞു. ലിഅന്നഹു ലൈസ ലഹാ ഫീഹി നസീബുൻ ഗാലിബൻ, മിക്കവാറും ഒരു നഫ്സിനും അവിടേക്ക് എത്താൻ കഴിയില്ല.
മിക്കവാറും മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ഒന്നിരിക്കൽ ദുന്യവിയായ ആവശ്യത്തിനാണ്, അല്ലെങ്കിൽ ഉഖ്റവിയായ ആവശ്യത്തിനായിരിക്കും. ഒരു കാര്യം പറയാം, നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഉദാഹരണം പറയാം. ഒരു നാട്ടില് ഒരു മൂലയില് ഒരു തങ്ങള് ഇങ്ങനെ ഒരു വാട്സപ്പിലൊക്കെ അങ്ങനെ പരിപാടി നടത്തി. പിന്നെ അവിടെ പൊതുവായി നേരിട്ട് പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്, ഇല്ലേ? പറയും ഉണ്ട്. ഞാനെൻ്റെ ശരിയും തെറ്റൊന്നുമല്ല പറയട്ടെ, ഒന്നുമല്ല, ഞാൻ അതിലൊന്നുമില്ല. എൻ്റെ ശരി പറയാനും ഞാനില്ല, എൻ്റെ തെറ്റ് പറയാനും ഇപ്പം ഞാൻ അതിലൊന്നും ഞാനില്ല. എന്തുവാട്ടെ, പക്ഷെ ജനം പോയ അങ്ങോട്ട്. എന്തിനാണ് പോയത്? സ്വർഗ നമസ്കാരം പോയില്ലേ? എന്തിനാണ് പോയത്? ദുന്യവിയാവല്ല. ആ പായുന്നതിൽ 100% ദുന്യാവ ലക്ഷ്യം. 99 100% ദുന്യാവ ലക്ഷ്യം. ആഖിറത്തെ നിസ്കാരപ്പായി മതിയാവും. എൻ്റെ പൊരിയിലിട്ട് നിസ്കാരപ്പായി ഉണ്ട്, ആഖിറം കിട്ടും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ? പറഞ്ഞു ആ 2 ലക്ഷം 3 ലക്ഷം ആളുകൾ ഇങ്ങനെ ഒരുമിച്ചുകൂടാ. മനസ്സിലായില്ലേ? ഒരാളെ തൃപ്തത്തിൽ ദിക്റല്ലി പോവുക, ദ്വാരന്ന് പോവുക. എന്തിനാണ് ദ്വാ? എന്തിനാണ് ദിക്റ്? ഈ ദിക്റുകള് സ്വർഗത്തിന് വേണ്ടിയല്ല. ഈ ദിക്റിൽ സ്വർഗം ലക്ഷ്യവുമില്ല. സ്വർഗത്തിന് നിന്റെ നിസ്കാരപ്പായ മതിയാവും, നിന്റെ പൊരയിൽ നിസ്കാരപ്പായ മതിയാവും. എന്റെ പിന്നെ ലക്ഷ്യം എന്താ? മകന് വിസ കിട്ടണം, മരുമോന് ശമ്പളം കൂട്ടി കിട്ടണം, അല്ലെങ്കിൽ മകനും മരുമോളും തമ്മിൽ സുഖമില്ല, അത് സുഖമായി കിട്ടണം, അല്ലെങ്കിൽ പൊരയൊക്കെ ചെല്ലാൻ വയ്യ, ഭാര്യന് കിറുകിറ് കേട്ടിട്ട് ഒരു സ്വഭാവം നന്നായി കിട്ടണം. ഭാര്യന്റെ സ്വഭാവം ഈ തങ്ങളല്ല, 300 തങ്ങൾ ഒരുമിച്ചുകൂടി ചെല്ലിയാലും നന്നാകാൻ പോണില്ല. അത് ഓളെന്നെ തീരുമാനിക്കണം. എന്തായാലും നിങ്ങളെന്റെ കൂടെ ഉണ്ടാ, അല്ലാതെ എന്തോ എന്തിനാണോ നിങ്ങൾ പോണത്? പോയി അങ്ങോട്ട് പോയി. വയനാട്ടിൽ ഒരാൾ വന്ന്, വയനാട്ടിൽ വലിയ ദിക്റുണ്ട്, പാഞ്ഞോടി വയനാട്ടിൽ. സ്വർഗം കിട്ടാൻ എന്തിനാണ് വയനാട് പോണത്? മക്കത്ത് പോകാം, മദീനത്ത് പോകാം, വൈറ്റുൽ മുക്കത്ത് പോകാം. വയനാടും കൊണ്ടോട്ടിയൊക്കെ ഒരുപോലെ തന്നെയല്ലേ? അവിടെ ഒരു പ്രത്യേക സ്വർഗമുണ്ട് വയനാട്ടിൽ. പറഞ്ഞ നിങ്ങളെന്തുവാ നെട്ടി തിരിച്ചു? നിങ്ങൾ നെട്ടിപ്പോയോ? എന്താ അവിടെ ലക്ഷ്യം? ദുനിയാവ് അല്ല എന്റെ ലക്ഷ്യം. ഒക്കെ ലക്ഷ്യം ദുനിയാവ്. എല്ലാ ലക്ഷ്യം ദുനിയാവ്, എല്ലാവരുടെ ലക്ഷ്യം ദുനിയാവ്. പരിപാടി നടത്തുമ്പോൾ സ്ഥാപനക്കാർ പരിപാടി നടത്തും, എന്താ ലക്ഷ്യം? ദുനിയാവ്. കുറെ ആൾ വന്നാൽ 1, 2, 3 കോടി ഉറുപ്പിക കിട്ടും, ദുനിയാവ്. എന്തിനാ കൊണ്ടുവരുന്നത്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായി? ദുനിയാവല്ലാതെ എന്റെ ലക്ഷ്യം ദുനിയാവല്ലാത്ത ലക്ഷ്യമില്ല. ദുനിയാവല്ലാത്ത ലക്ഷ്യമില്ല. എന്തുകൊണ്ട്? അതിൽ ഒരു ഇൽമില്ല. ഇൽമ തേടിപ്പോകൽ ഓക്കെ, ചിന്തിക്കും. ഇൽമ എടുത്ത് പോകാൻ അവിടെ ഇല്ല, ഇൽമില്ല. അല്ലെങ്കിലോ ഒരു സദസ്സിൽ പോയിരുന്നാൽ ഒരു വിലായത്ത് കൊണ്ട് മഷൂറായ മഹാനാണോ? അതുമല്ല. തങ്ങളാണെങ്കിൽ നാട്ടിലെമ്പാടും തങ്ങന്മാരെ കിട്ടാനുണ്ട്. പിന്നെ എന്നെ പോയത് ദുനിയാവ് ശരിയാണ്. നമ്മളെ പുര പണി കണ്ടിൽ ലിൻഡൽവാർ പോയിട്ടേ ഉള്ളൂ, ബാക്കി പൈസ ഇല്ല കയ്യിൽ. അവിടെ നിന്ന് പോവുക, എങ്ങനെയെങ്കിലും ദ്വാർപ്പിച്ചാൽ പുരാണ് പൊന്തിയാലോ. വെള്ളം പുറത്തായി, ഇനി ചേക്കാളുള്ള സിമന്റ് വാങ്ങാൻ പൈസ ഇല്ല, ആയിക്കോട്ടെ. അപ്പൊ അവിടെ ഒന്ന് പോയി ദ്വാർപ്പിക്കുക, അപ്പൊ സിമന്റായി, എങ്കിലായി. മനസ്സിലായി? ചിന്തിക്കണം. കച്ചവടക്കാർക്കോ കച്ചവടം എന്തിനും നടക്കണേ ഉള്ളൂ, പൈസ ഉണ്ടാവില്ല, അപ്പൊ പൈസ കിട്ടണം. ജോലിക്കാരന് കയറ്റം കിട്ടണം, ശമ്പളം കൂട്ടി കിട്ടണം. ഗൾഫിൽ വന്നാലോ ഗൾഫുകാരന് അറബിക്ക് നമ്മളോട് നല്ലൊരു ബന്ധമുണ്ടാവണം, അവര് നമ്മൾ വലിയ സ്ഥാനത്തിരുത്തണം. എന്താ ലക്ഷ്യം? പറയുന്ന ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഗൈറുല്ലാഹ്. അല്ലല്ലാതെ ഒന്നും എന്റെ കൽപ്പിലില്ലാന്ന വ്യക്തിയല്ല. എന്നാൽ അല്ലല്ല ബാഹ്യത്തുള്ളവർ എല്ലാവരും ഉണ്ട് എന്നാണ് എന്റെ മേന. കൽബിൽ അല്ലല്ലാത്തവരെല്ലാവരും ഉണ്ട്. ആരില്ല?
അതല്ലേ മാന. ഒന്നും വിചാരിക്കരുത് ഇതാണല്ലോ സ്വർഗം കിട്ടാൻ. എന്റെ വീട്ടിൽ നിസ്കാരപ്പണി മതിയാവും. പെണ്ണ് പായ, പെണ്ണുങ്ങൾ പായാണ്. സമുദായത്തിന് മാനം കെടുത്താണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ അതിന്റെ വിഷയം. ഇതൊന്നും ഞാനില്ല. ഇവിടെ പറഞ്ഞ വിഷയം പറയാം. وما أمروا إلا ليعبدوا الله مخلصين له الدين وما أمروا إلا ليعبدوا الله مخلصين له الدين. ഇഖ്ലാസാണ് ഇഖ്ലാസ്. ഇഖ്ലാസിന് എന്ത് ചെയ്യണം? നീ എടുക്കുന്ന പണിയൊന്നും ഒഴിവാക്കണ്ട, പക്ഷേ അള്ളാഹു നീയും തമ്മിൽ വഴിവെട്ടി തുറക്കണം. ഇത്രയേ ഉള്ളൂ. നേരം വെളുത്താൽ സുബഹി നിസ്കരിച്ചാൽ 8 മണി വരെ ദിക്ർ ചൊല്ലി കൊടുക്കുന്ന ചാനലുകളുണ്ട്. നല്ലതാണ്, നന്നായ തെറ്റല്ല, നല്ല കാര്യം. നല്ല കാര്യം തെറ്റല്ല, നല്ല കാര്യം തെറ്റല്ല, നല്ല കാര്യം. പക്ഷേ ഇത് നമ്മൾ 10 കൊല്ലം ചൊല്ലിയാലും നമ്മളെ കൽമാറില്ല. കൂലി കിട്ടുമല്ലെന്ന് ഇവിടെ പോയാലേ അറിയുള്ളൂ. നമ്മളൊന്നും മാറണ്ടേ? ആവില്ല. പണിക്കോണ പുതിയാപ്പിളക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ മര്യാദക്ക് കഴിയൂല. എൻ്റെ ഇതിൻ്റെ മുന്നിൽ കുത്തിരുന്നിട്ട് ഏറ്റവും കൂലിയുള്ളത് അയാൾക്ക് പണിക്കോണം, അയാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കില്ല. ദിക്റിലും കൊണ്ട് ചായ ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ മുന്നിൽ ഇരിക്കണ്ട, എല്ലാവരും പറ്റൂത്. പക്ഷെ നന്നാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തുടങ്ങിയത്. പക്ഷെ ഓളും പുതിയാപ്പിളും തെറ്റലാണ് അവസാനം ഉണ്ടായത്. എന്താ ലക്ഷ്യം? നന്നാകാൻ ഒന്നും വേണ്ട, പക്ഷേ റബ്ബിനെയും അബ്ദിന്റെയും ഇടയിലൊരു ബന്ധം അതുണ്ടാക്കാൻ കഴിയോ? ഇങ്ങോട്ട് നോക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവണില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചിന്തിക്കണം. ദുനിയാവിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഏത്? അത് മറ്റൊന്നുമല്ല, ഇഖ്ലാസാണ്. ഇഖ്ലാസിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യം ലോകത്തില്ല. സഹൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചിന്തിക്കും. എന്തുകൊണ്ട്? മിക്കവാറും ഒരു മനുഷ്യന്റെ ലക്ഷ്യം ചിലപ്പോൾ ദുനിയാവാകും, അല്ലെങ്കിൽ ആഖിറാവും. അല്ലാഹ് ലക്ഷ്യം തന്നെ ആവൂല. അല്ലാഹു എന്ന ലക്ഷ്യത്തിലേക്ക് അത് കയറുക എന്ന് വളരെ ചിന്തിക്കണം. സഹൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഞാൻ ഒരു മഹാൻ പറയാം. ബഹുമാനപ്പെട്ട ഒരു മഹാൻ പറയാണ്, ഞാൻ സഹൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. യൗമുൽ ജുമുഅ ദിവസം ഖബല സ്വലാത്തി, നിസ്കാരത്തിന്റെ മുമ്പ്, ജുമുഅ നിസ്കാരത്തിന് മുമ്പ് ഞാൻ ജുമുഅ ദിവസം സഹൽ ബിൻ അബ്ദുല്ലയുടെ വീട്ടിൽ പോയി റളിയല്ലാഹു. ഞാൻ വീട്ടിൽ കയറാൻ നോക്കുമ്പോൾ ഫറഅയ്തു ഫിൽ ബൈത്തി ഹയ്യതൻ, വീട്ടിൽ ഞാൻ ഒരു പാമ്പിനെ കണ്ടു. സഹൽ വീട്ടിലുണ്ട്, വീട്ടിൽ പാമ്പ്. അപ്പോൾ ഒരു കാലം മുന്നിലേക്കും ഒരു കാലം പിന്നിലേക്കുമായിട്ട് ഞാൻ പുറത്തിങ്ങനെ നിന്നു. ഖൗഫ മിൻഹ, പാമ്പിനുള്ള പേടി. വീട്ടിനുള്ളിൽ ആരുണ്ട്? സഹലുണ്ട്. ലോകം കണ്ട മുഖലിസീങ്ങളിൽ നേതാവാണ് സഹൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു. ഇഖ്ലാസിന്റെ അളവ് പറഞ്ഞുതരാണ്. ചെന്നാള് മഹാനാണ്, അതിനേക്കാൾ വലിയ ആളാണ് ആര്? സഹൽ റളിയല്ലാഹു അൻഹു. സഹൽ വീട്ടിലുണ്ട്. വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പാമ്പുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേറില്ല എന്ന നിലയ്ക്ക് ഇങ്ങനെ പുറത്ത് നിന്നു. ഖൗഫ മിൻഹ, പാമ്പിനെ പറ്റിയുള്ള പേടി. ഫഅദ്റക സഹലു മിന്നി ദാലിക, അപ്പോൾ സഹൽ വീട്ടിനുള്ള സഹൽ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എനിക്ക് പേടിയുണ്ട്. ഫഖാലലി, അപ്പോൾ എന്നോട് പറഞ്ഞു, ദുഖുൽ കയറി വന്നു. ലാ യബുൽ, അതൊന്നും ചെയ്യൂല. ലാ യസ്ലു അഹദുൻ ലാ യസ്ലു അഹദുൻ ഹഖീഖത്തുൽ ഈമാൻ വഅലാ വജ്ഹിൽ അർദി ശൈഉൻ യഖാഫുഹു. ഈ ലോകത്ത് ഒരു സാധനത്തെ പേടിച്ചുകൊണ്ട് ഒരാൾക്ക് ഈമാനിൽ എത്തിച്ചേരാൻ കഴിയില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ ആവോ? അപ്പൊ ഈമാനിലെത്തിയാൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾക്കൊക്കെ ഇപ്പൊ ഈമാന്റെ ഫോട്ടോസ്റ്റാറ്റേ ഉള്ളൂ. ഈമാനിലെത്തിയാലോ? ഞാൻ പറയല്ല, ഇത് പറയുന്നത് മഹാനായ മൂന്നാം ശാഫിഈയായ മഹാനായ സക്കരിയ അൻസാരി തങ്ങളുടെ റിസാല എന്ന ഗ്രന്ഥമാണിത്. ഇമാം ഖുശൈരിയുടെ റിസാലക്ക് അവർ നൽകിയ വ്യാഖ്യാനമാണിത്. ഞാൻ അതിനെ വായിക്കുന്നത്. വീട്ടിനുള്ളിൽ പാമ്പുണ്ട്, സഹലുണ്ട്. ഞാന് ഉള്ളിൽ പുറത്തിങ്ങനെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു കേറിക്കോ. എന്നിട്ട് എന്നോട് പറഞ്ഞു പാമ്പൊന്നും കാട്ടൂല. മാത്രമല്ല എന്നോട് പറഞ്ഞത് ലാ യസ്ലു അഹദുൻ, ഒരാളും എത്തൂല. ഹഖീഖത്തുൽ ഈമാൻ, യഥാർത്ഥ ഈമാനിൽ എത്തുകയില്ല. വഅലാ വജ്ഹിൽ അർദി ശൈഉൻ യഖാഫു, അവന് പേടിക്കേണ്ട സാധനം ഈ ദുനിയാവിലുണ്ടെങ്കിൽ
അവന് യഥാർത്ഥത്തിൽ എന്തിനെത്തിയിട്ടുണ്ടാവില്ല? ഈമാനിലെത്തിയിട്ടുണ്ടാവില്ല. നിങ്ങളെന്റെ മനസ്സിലായോ? ഈ ലോകത്തൊരു സാധനത്തെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എവിടേക്ക് എത്തില്ല, ഈമാനിലെത്തില്ല. യഥാർത്ഥ ഈമാനില് വാന്തമുൽ ആലവന ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മേലെ, ഇന്ന് നമ്മളാണ് ഏറ്റവും താഴെ. എന്തുകൊണ്ട്? ഖുർആൻ പറയാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങളാണ് ഏറ്റവും മേലെ, ഇന്ന് നമ്മളാണ് ഏറ്റവും താഴെ. എന്തുകൊണ്ട്? നമ്മളെവിടെ എത്തില്ല? മുഅ്മിന്റെ പേരുള്ളൂ, ഈമാനിലെത്തില്ല. മുഅ്മിന്റെ പേരുണ്ടായിട്ട് ഈമാനിലെത്താതിരിക്കൽ മോശമാണ്. ബോംബെക്കാരെന്ന് പേരുണ്ടാവുക, എന്നാൽ മൂപ്പരിക്കാലം വരെ ബോംബെയിലെത്തിയിട്ടില്ല. പെരീന്ന് ബോംബെയിലാന്ന് പറഞ്ഞപ്പോൾ അത് കോഴിക്കോട് ഹോട്ടൽ കച്ചവടം ചെയ്യും. പേരെന്ത് പറയും? ബോംബെയിലാണ്. അത് മോശമാണ്. കോഴിക്കോട്ടേക്ക് പോകുന്നത് കോഴിക്കോട് കച്ചവടം ചെയ്യൽ മോശമല്ല, അതിന്റെ കൂടെ ഇല്ല. പഴയ കാലത്ത് കച്ചവടത്തിന് പോകുന്ന നാടാണ് ഏത്? ബോംബെ. ഒരാൾ ബോംബെക്ക് പോകുന്നു, പക്ഷേ ബോംബെക്ക് പോയില്ല, കോഴിക്കോട്ട് അങ്ങനെ കച്ചവടം ചെയ്തു. നാട്ടിൽ നിന്ന് ഇങ്ങനെ കത്തേക്കും, കോഴിക്കോട് കത്തേക്കും, ഞാൻ ബോംബെയിലാണ്, ഞാൻ ബ്യൂട്ടി മാർക്കറ്റിലാണ്, ഞാൻ ഡോഗിരിയിലാണ്. മനസ്സിലായില്ലേ? വരെ ബോംബെ കണ്ടിട്ടു. ഇത് മോശ, ഇത് പെണ്ണുങ്ങൾ അറിഞ്ഞാൽ മോശമാണ്, പെണ്ണുങ്ങൾ പുരക്കാർ അറിഞ്ഞാൽ മോശം. ഷെയിം എന്നാണ്, ചെറിയ ഷെയിമൊന്നുമല്ല. ഏതെങ്കിലും കാലത്ത് ഇത് പൊളിഞ്ഞാൽ പെണ്ണുങ്ങൾ പിന്നെ പരിഹരിക്കൂല. നിങ്ങൾ ഇന്ത്യ പുരക്കാർ വരെ മരിച്ചില്ല. നിങ്ങൾ ഓമ്പിലാന്ന് പറഞ്ഞിട്ട് 10-12 കൊല്ലം നിങ്ങൾ ഓമ്പിലാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പരിയിൽ പറഞ്ഞു നടന്ന് പൗരനെ കളിയാക്കി. എനിക്ക് പരിയിൽ ഒരു കല്യാണത്തിന് വരെ കൂടാൻ വയ്യ. എനിക്ക് നിങ്ങൾ വരെ കയറാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യനെ പറ്റിച്ച്. ഞാൻ കോഴിക്കോട്ടാണെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞ്? ഞാൻ ബോംബെയിലാണ്. ഞാൻ ബോംബക്കാരൻ എത്തിയിട്ടില്ല. അവൻ ഒരു സാധനത്തിനെ പേടിച്ചുകൊണ്ട് ഈമാനിലെത്താൻ കഴിയില്ല. അപ്പൊ ഈ ലോകത്തൊരു സാധനത്തെ പേടിയുള്ള ഒരാൾക്ക് എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല. തന്നെ പ്രശ്നം. യഥാർത്ഥ ഈമാൻ മനസ്സിലായില്ലേ? നമ്മൾ ദുബായിയാണ്, ഞാൻ ദുബായിലാണ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ കൊച്ചി പോയി കച്ചവടം ചെയ്യാം, എന്നിട്ട് ഫോൺ ചെയ്യാം, ഞാൻ ദുബായിലാണ്. മനസ്സിലായി പറഞ്ഞത്? നെറ്റ് ഫോണിൽ വിളിക്കാം. നെറ്റ് ഫോണിൽ വിളിച്ചാൽ അമേരിക്കയും ദുബായും മൂത്തയുടെ ഒക്കെ കണക്കാം. നെറ്റിന് വിളിക്കാം. നെറ്റിന് നമ്മൾ നമ്പർ കിട്ടൂല. ഹലോ 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 ഹലോ, ശരിക്കും കേൾക്കണില്ല. ദുബായിനല്ലേ? മനസ്സിലായോ? ഇവൻ എവിടെ ഉണ്ട്? കൊച്ചിയിലുണ്ട്. എന്റെ പേര് പറയണത് ദുബായിലാണ്. ഡോള് പറഞ്ഞു നടക്കുക. കുട്ടീനെ പുതിയ പെണ്ണിനെ കാണാൻ വന്നപ്പോ എന്ത് പറയാ? പുതിയ പെണ്ണിന്റെ വാപ്പയുടെ വാപ്പക്ക് ദുബായിൽ കച്ചവടം. മോൻ എന്താണ്? അവൻ കൊച്ചിയിൽ കപ്പലണ്ടി വിൽക്കണ പണിയാണ്. എങ്ങാനും കല്യാണം നടന്നിട്ട് ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ തലാക്കില്ല. എന്തുകൊണ്ട്? പറ്റിച്ച്. നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് ദുബായിക്കൊക്കെ പോകാന്ന് വിചാരിച്ചു ബാപ്പേനെ കാലം വരെ ദുബായി പറ്റില്ല. 12 കൊല്ലം കച്ചവടം ചെയ്ത് കപ്പലണ്ടി കച്ചവടം ചെയ്തത് എവിടെയാ? കൊച്ചിയില. പറ്റിച്ച്. നടക്കൂല. മനസ്സിലായോ? ദുനിയാവിന്റെ ഭൂമിക്ക് മുകളിൽ അവന് പേടിക്കേണ്ട ഒരാൾ ഉണ്ടെങ്കിൽ അവൻ ഈമാന്റെ ഹഖീഖത്തിൽ എത്തുകയില്ല. അപ്പൊ നമുക്ക് എല്ലാവരും പേടിയാ. അപ്പൊ നമുക്ക് എന്തില്ല? പറയണോ? ഈമാണോ? അന്നേരത്തോടെ പേടിണ്ടാവില്ല. തന്നെ നുണ പാടല്ലേ? എല്ലാ ദിവസവും ഇവിടെ വന്ന നുണ പാടല്ലേ? അല്ലാത്ത ഒന്നും എന്റെ കൽബിൽ ഇല്ല. ഇക്കാലം വരെ അള്ളാഹ് കൽബിലായിട്ടില്ല. പറയണെന്താ? മാഫി കൽബി ഗൈറുല്ലാഹ്, അല്ലാത്ത ഒരാളും എന്റെ കൽബില്ല. ചില അന്തംഗമികൾ മാഫിയ കൽബി ഖൈറുല്ലാഹ് എന്നല്ലുണ്ട്. അതേതായാലും നല്ല അല്ലല്ല. അള്ളാന്റെ ഖൈറൊന്നും എന്റെ കൽബിലെത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. അത് നന്നായി. മനസ്സിലായില്ല? ചില അന്തംഗമികള് മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന് പറയുന്നതിന് പകരം മാഫി കൽബി ഖൈറുല്ലാഹ് എന്നല്ലുണ്ട്. ഓൽക്ക് ഖൈറും ഖാഉം ഖൈറും വ്യത്യാസം അറിയാത്തതുകൊണ്ട് ചില അന്തംഗമികള് മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന് പറയുന്നതിന് പകരം മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലതല്ല, നല്ലതാ. എന്തുകൊണ്ട്? മാഫി കൽബി ഖൈറുല്ലാഹ്, അള്ളാന്റെ ഖൈറൊന്നും ഇതുവരെ എന്റെ കൽബിൽ എത്തിയിട്ടില്ല. അത് ശരിയാ. അതേ സമയത്ത് ഒറിജിനൽ തെറ്റാ. മാഫി കൽബി ഖൈറുല്ലാഹ് എന്താ അർത്ഥം? അല്ലാത്ത ഒരാളും എന്റെ കൽബിൽ ഇല്ല. അതിന്റെ അവന്റെ കൽബിൽ അല്ലാത്ത എല്ലാവരും ഉണ്ട്. ആരില്ല? അതല്ല. മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന് നമ്മൾ ചെല്ലിയാൽ നുണയാ. മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന് എല്ലാം തിരക്കിടില്ല. അള്ളാന്റെ ഖൈറൊന്നും എന്റെ കൽബിൽ എത്തിയിട്ടില്ല. അത് തിരക്കിടില്ല. അള്ളാന്റെ കൽബി ഹിദായത്താ, ഈമാനാ. അള്ളാഹു തരട്ടെ.
വളരെ ചിന്തിക്ക്. ഇവിടെ കട ഓടുന്നു, ഇവിടെ കട ഓടുന്നു, എന്ത് ഓട്ടയി ഓടുന്നേ ഓടുന്നേ. ഞാൻ ഇതിനേക്കാളും വലിയ വേറെ സ്ഥലത്ത് കുറ്റിയടിച്ച് തുടങ്ങിയാൽ 3 ലക്ഷം അവിടെ 6 ലക്ഷം പോയി കൂടും. കിട്ടണം. സ്വർഗത്തിൽ നിസ്കാരപ്പായ പോയി ഒരു എന്തിനാ പോണ്? ദുനിയാവ്. എന്താണ് ലക്ഷ്യം? ദുനിയാവ്. എല്ലാവരുടെ ലക്ഷ്യം ദുനിയാവ്. ദുനിയാവിലെ എല്ലാവരും പേടിയാണ്. എല്ലാവരും പേടിയാ. എന്റെ പേടിയാ. പാമ്പിന് ജന്തുക്കളൊക്കെ പോട്ടെ, പാമ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പാമ്പൊക്കെ സ്വാഭാവികമായി മനുഷ്യൻ പേടിക്കണമല്ലോ. അത് സഹലിനെ പോലത്തെ ആളുകൾക്ക് പേടിയില്ല. നമ്മൾ പേടിക്കാണ്ടപ്പോ നിങ്ങളെ ഞാനെന്തിനാ പേടിക്കുന്നു? ഇന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നു? എന്തിനാ ആവശ്യം? നിങ്ങളെ ഞാനെന്തിനാ പേടിക്കുന്നു? യഥാർത്ഥ ഡ്യൂട്ടി എടുത്തുന്ന ഖത്തീബിനെ, പള്ളി പ്രസിഡന്റിനെ എന്തിനു പേടിക്കണേ? പള്ളി പ്രസിഡന്റിനെ ഖത്തീബ് പേടിക്കേണ്ടി വരും. എപ്പോൾ? ബുധനാഴ്ച പോയാൽ വ്യാഴാഴ്ച മഗ്‌രിബിന് എത്തണം എന്നാ നിയമം. മൂപ്പര് വെള്ളിയാഴ്ച ജുമാ നേരത്തെ വരുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ ആഴ്ചയും പോകും വേണം. അപ്പോൾ പിന്നെ പ്രസിഡന്റിനെ പേടിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഡ്യൂട്ടി എടുക്കുന്നില്ല. പിന്നെ മൂപ്പർക്ക് ഒപ്പിച്ചിക്കണം. നിങ്ങളിന്റെ കൂടെ ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി, ഇതിന്റെ പ്രിൻസിപ്പൾ ഞാൻ തന്നെ, ഇവിടുത്തെ അധ്യാപകൻ. ആ അധ്യാപകൻ ഡ്യൂട്ടി എടുക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്തിനാ എന്നെ പേടിക്കണം? അയാൾ എന്നെ പേടിക്കണെന്തിനാ? ഞാനിവിടെ നിങ്ങൾ പറഞ്ഞ നമ്മൾ ജോലിയേറ്റ ദിവസം ചെയ്യുന്ന പണിയെടുക്കണ്ടല്ലോ. പിന്നെ ബാക്കിന്റെ ഇവർ കാര്യം എന്താ? അയാളെ നമ്മക്ക് ഓടിയോ? എന്തുകൊണ്ട്? നമ്മളൊരു വാക്ക് പറഞ്ഞ അയാൾ പോകും. എന്തുകൊണ്ട്? അയാൾക്ക് 10 ആൾ കാത്തിക്കുന്നുണ്ട് ഇതുപോലത്തെ ആളുകളെ. ആണോ അല്ലേ? പറയടോ. ഇവിടെ ഒരാളെ, ഇവിടുത്തെ ഒരു മാന്യമോ ഒരു മുദരിസ് എന്തിനാ പഠിക്കണം? സെക്രട്ടറിനെയും പ്രിൻസിപ്പാൾ എന്തിനാ പഠിക്കണം? അയാളെ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി പിടി മൂല്യം എനിക്കതുപോലത്തെ ജോലി വേറെ കിട്ടും. നിങ്ങൾ എന്നോട് പറയാൻ ആരാ? നമ്മൾ കഴിഞ്ഞ ശാബാ മാസത്തിൽ ഒരു ഇത്തിഫാക്കായപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഡ്യൂട്ടി എടുക്കേണ്ടുള്ളൂ. എടുക്കണില്ലേ? എടുക്കുന്നുണ്ട്. പിന്നെന്താ കുറച്ചാണ് പറയാൻ? നിങ്ങൾ ആരാ എന്നോട് ചോദിക്കാൻ? നമ്മക്ക് പേടി പോയാണ്. സെക്രട്ടറിക്കും പ്രിൻസിപ്പാളിനും പേടിയാണ്. ആരെ പറയടോ? ആരെ? അയാൾ പേടി? അയാൾ ഡ്യൂട്ടി എടുക്കണമല്ലേ? എന്റെ ഈ ദുനിയാവിലെ മുതലാളിമാരെ പേടി. ആർക്കാ പേടി? തലയെക്കെട്ടിരിക്കും. രാഷ്ട്രീയക്കാരെ പേടി. എല്ലാവർക്കും പേടി. 25 ആളുകൾ കെട്ടാൻ പറ്റിയ തലയെക്കെട്ട് തലയെ കയറ്റും. പള്ളി പ്രസിഡന്റിനെ പേടി, പള്ളി സെക്രട്ടറിനെ പേടി, നാട്ടുകാരെ പേടി, മുതലാളിനെ പേടി, വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥനെ പേടി. ഇതിനാണ് അവനെ പേടിക്കുന്നത്. അവന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവന്റെ പേരിൽ വലിയ ചെമ്പ് വെച്ചിട്ടോ. നിനക്കെന്താടോ അവന്റെ പേരിൽ ചെമ്പുണ്ടായിട്ട്? നിനക്കെന്താ കാര്യം? നിനക്ക് റിസ്ക് കിട്ടുന്നില്ലേ? പറയും മനുഷ്യന്മാര്, പറയടോ. നിനക്കെന്തിനാണ് പേടി? നിനക്കെന്തിനാ ബിൽഗേറ്റ്സിനെ പേടിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ബിൽഗേറ്റ്സിനെ പറയാൻ കാരണം ബിൽഗേറ്റ്സിന്റെ ആളുകൾ ഇവിടെ തല്ലാൻ വരില്ല എന്നതുകൊണ്ട്. നമ്മളെ നാട്ടിലെ കുറച്ച് മുതലാളിമാരുണ്ട്. ഓലൊക്കെ പേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇന്നെപ്പോഴത്തെ തലയെ കെട്ടി നടക്കുന്നത്. എന്റെ പേടി ഈ പടച്ചോണ്ട് ഡ്യൂട്ടി എടുക്കാൻ എന്തിനാ മുതലാളി? ഒരാരുടെ മുതലാളി? അവന് പേടിക്കേണ്ട ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലാതെയായാലേ അവന് യഥാർത്ഥ ഈമാനിൽ എത്തുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഞാൻ പേടിക്കുന്നത്? നിങ്ങൾ അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ വേറെ അടുത്ത ആളുകൾ വരും. ചിലപ്പോൾ നിങ്ങൾ വരുന്നോണ്ടായിരിക്കും നല്ല കുറച്ച് ആളുകൾ വരാത്ത. നിങ്ങളെല്ലാരും ഇവിടെ ക്ലാസ്സിൽ വന്നു. അപ്പൊ ഞങ്ങളെ ബഹുമാനിക്കുക. ഞാൻ എന്തിനാ ബഹുമാനിക്കണം? ഒരു പരിധി വിട്ട് ഇന്നെ എന്തിനാ ബഹുമാനിക്കണം? ഒരു ഉസ്താദ് നിങ്ങൾക്കൊരു പരിധി ബഹുമാനിക്കുക. അവിടെയും അടിസ്ഥാനം അള്ളയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വണ്ടി പിടി മൂല്യനെ ഞാൻ എന്തിനാ ബഹുമാനിക്കണം? നിങ്ങൾ ഇവിടെ വരണോ? ആരും നിങ്ങൾ വരണം? നിങ്ങൾ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? നിങ്ങളെ നാട്ടിലെ കാരാക്കൂസാവും ചിലപ്പോൾ. നിങ്ങൾ എന്റെ ക്ലാസ്സിന് വരുന്നോണ്ടായിരിക്കും ആ നാട്ടിലെ എത്രയോ സാലിഹ്യങ്ങൾ ഈ ക്ലാസ്സിന് വരാത്തത്. നമ്മൾ മെഹമാനി പോണ ക്ലാസ്സല്ലേ? ആവൂല, ഇനി ഞാൻ പോകുന്നു. ഓൻ പോക്ക് നിർത്തിയോ? പോവാം. അതുപോലെ 4 വണ്ടി ഒന്നിച്ചുണ്ട്. ഈ മെഹമാനി എന്ന കാരാക്കൂസ് ഇവിടെ വന്നതുകൊണ്ടാണ് ആ മൈലിൽ ഇവിടെ ആൾ വരാത്തത്. എന്ന് വരൽ നിർത്തിയോ അന്ന് ഇവിടെ 25 വണ്ടി ആ മൈലിൽ നിന്ന്. അപ്പൊ അൽഹംദുലില്ലാ ഈ മെഹമാനിൽ നിന്ന് പോയിക്കണ്. ഈ നമുക്ക് പോയി കിട്ടിയാൽ ഇത്രയും ആൾ വരും. 1 മാസം ആഴ്ചയിൽ വരുന്നോണ്ട് ഒരു 10-25 ഉറുപ്പ്യ ബക്കറ്റിലിടും. മറ്റൊരു 25 വണ്ടി വന്നാൽ എത്ര ഉറുപ്പ്യ കിട്ടും? ഇത് കൊണ്ടുവരുന്ന ആളാരാ? അല്ലാഹു. കളയുന്ന ആരെന്നെ? അല്ലാഹു.
തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. കൊടുക്കുന്നവൻ അവൻ, എടുക്കുന്നവൻ. എന്ത് പേടിക്കണം? അവിടേക്ക് കയറിക്കൂടെ? അവിടേക്കാണ് കയറുക. ഈ ലോകത്തൊരാളെയും പേടിക്കണ്ട. ആരെ മാത്രം? എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? എന്ത് പേടിച്ചാൽ എന്ത്? എന്ത് ഇപ്പൊ നിങ്ങൾ കച്ചവടമുള്ളത് ആ ഉസ്താദ് അതൊരു കച്ചവടം, അദ്ദേഹം കച്ചവടമുള്ള ഒരാളാ, ദാറുൽ ഖുർആൻ സഹായിക്കുന്ന ഒരാളാ. കച്ചവടം നാളെ പൊട്ടാൻ വേണ്ടിയല്ല, അല്ലാഹു ഖൈർ നിലനിർത്തി. നിങ്ങൾ എന്തിനാ ഉസ്താദെ പേടിക്കുന്നത്? നിങ്ങൾക്ക് അതിനേക്കാളും വലിയ സൗകര്യം അല്ലാഹു ചെയ്തു തരില്ലേ? എന്തിനു പേടി? നിങ്ങൾ കച്ചവടം പൊട്ടിപ്പോയി ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. കച്ചവടം പൊട്ടി, അൽഹംദുലില്ലാഹ്. കച്ചവടം പൊട്ടിയാലെന്ത്? കച്ചവടമാണോ റിസ്ക് തരുന്നത്? റിസ്ക് തരുന്നതാരാ? അല്ലാഹുവല്ലടോ. ജല്ല ജലാലായ സുബ്ഹാനഹു അല്ലാതെ എന്തിനു പേടിക്കുന്നു? ചിലപ്പോൾ കച്ചവടം പൊട്ടിയാ നല്ലതാണ്. എന്തുകൊണ്ട്? എല്ലാ ഇൻകം ടാക്സിലും അവരും ഇവരും വന്ന് ദിവസം അവർക്ക് തലവേദന മറുപടി പറയാൻ നേരം ഉണ്ടാവുള്ളൂ. മര്യാദയ്ക്ക് ഒരു ഫാത്തിഹ സൂറത്ത് നിസ്കരിക്കാൻ കഴിയൂല. അപ്പൊ കച്ചവടം പൊട്ടി. അപ്പൊ ഇൻകം ടാക്സ് വരവ് നിന്നു. പഴയ കാലത്ത് പറയും മുണ്ടിലെ ചാമയും കഴിഞ്ഞു, പാമ്പിന്റെ ഊത്തും കഴിഞ്ഞു. മനസ്സിലായില്ല? ഒരുത്തൻ ചാമ കെട്ടിയിട്ട് പാടത്തുനിന്ന് ചാമ മുണ്ട് കെട്ടി പോരുമ്പോൾ പാമ്പ് പിന്നാലെ കൂടും. അപ്പൊ എന്ത് ചെയ്ത് ചാമന്റെ ഓരോ ഈ 2 മണി എടുത്തിട്ട് ഇങ്ങനെ പാമ്പിന് ഇട്ട് കൊടുത്തു. പാമ്പാണ്, പാമ്പിന് ഇഷ്ടമുള്ള സാധനങ്ങൾ പെട്ടതായി ചാമ. അപ്പൊ എന്തായി? അത് പോന്ന് പാമ്പ് പിന്നാലെ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ചാമിട്ട് കൊടുക്കും. പെരയിലെത്തി. എന്തിനാ പോയത്? ചാമ കൊയ്യാൻ പോയതാ. പെരയിലെത്തിയപ്പോഴോ മുണ്ടിൽ ചാമല്ല, പാമ്പില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒരു ഉപമയാ. നമ്മളെ വല്യമ്മാന്റെ ഉപമയാണ്. എന്റെ മുണ്ടിന് ചാമയും കഴിഞ്ഞു, പാമ്പിന്റെ ഊട്ടം കഴിഞ്ഞു. അപ്പൊ ചാമ ഉണ്ടായ നേരത്തെ പേടിയുണ്ട്, ചാമ കഴിഞ്ഞപ്പോ പേടില്ല. അപ്പൊ നല്ല ചാമല്ലാക്കല്ലേ? നിങ്ങളിന്റെ കൂടെ അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ചാമള നേരത്തെ പിന്നിൽ ആരുണ്ട്? ചാമ മുണ്ട് കെട്ടി വരുമ്പോ ബാക്കിൽ ആരുണ്ട്? പാമ്പുണ്ട്. ചാമ കഴിഞ്ഞ് പാമ്പ് പോയി. പേരിലെത്തിയപ്പോഴോ അപ്പൊ വൈകുന്നേരം വരെ വെയിലുണ്ട്, ചാമ പോയിട്ട് മുണ്ട കെട്ടി പോണപ്പോൾ പാമ്പ് പിന്നാലെ കൂടി. പേരിലെത്തിയപ്പോഴോ പാമ്പുമില്ല, ചാമയില്ല. അന്നത്തെ ദിവസം നഷ്ടം. അതിനേക്കാൾ നല്ലത് സമാധാനത്തിന് നല്ല തണുപ്പില് പരിലങ്ങനെ റാഹത്തായി വല്ല കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങിക്കൂടെ? അതല്ലേ നല്ല? മനസ്സിലായോ? ഇന്നത്തെ കച്ചവടം വേണ്ടെന്നല്ല, അല്ലാഹുവിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്നെ റബ്ബിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒന്നും നമുക്ക് വേണ്ട. അത് റബ്ബിനോട് പറഞ്ഞു നോക്കാം, റബ്ബ് എളുപ്പത്തിൽ സൗകര്യം ചെയ്യും. ഞാൻ 1998 ഉംറക്ക് പോയി. ജീവിതത്തിൽ പല തൊഴിലും ചെയ്തിട്ടുണ്ട്. 1998 ഉംറക്ക് പോയി. പഠിച്ചിട്ടതിന്റെ ശേഷം തന്നെ അങ്ങനെ പല വഴിക്കും പോയി. 1998 ഉംറക്ക് പോയിട്ട് കഅബാലയത്തിനെ കുസ് കുടിച്ച് ഒറ്റ കരച്ചിലായിരുന്നു ഞാൻ. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാന്ന് പറഞ്ഞിട്ടല്ലാത്തൊരു ഭക്ഷണം നീ കഴിക്കാൻ ഒരവസരം ഉണ്ടാക്കരുത്. അന്ന് മുതൽ ഇന്നവരെ കഴിച്ചിട്ടില്ല. അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഭക്ഷണമല്ലാതെ ഇന്നലെ അവരും കഴിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ് വരാ. ഇങ്ങനത്തെ റബ്ബിനെ നമുക്കുണ്ടെങ്കിൽ എന്തിനാ പഠിക്കുന്നു? എന്റെ അനുഭവം റബ്ബിനോട് 1998 പൊട്ടിക്കറിഞ്ഞ റബ്ബിനോട്, റബ്ബേ ഇനി എനിക്ക് തൊഴിലുണ്ടാകാൻ പാടില്ല, അള്ളാഹ് നല്ലാട്ടെ. ഞാൻ നിന്നെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കിട്ടുന്ന റിസ്ക് മതി, വേറൊന്നും എനിക്കുണ്ട്. പല ജോലി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ടെൻഷനേ ഇല്ല. വലിയ വലിയ തലക്ക് ലോഡ് കയറ്റപ്പോൾ ആ ടെൻഷൻ ഉണ്ട്. ചില ആളുകൾ എന്നോട് പറയും, എനിക്ക് തലക്ക് വല്ലതും കയറ്റിച്ചില്ലെങ്കിൽ സുഖം കിട്ടൂല. ഒരു നിലക്ക് അങ്ങനെ തന്നെയാ. തലക്ക് ലോഡ് കയറ്റിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ലോഡുമ്മ ലോഡാ. പക്ഷെ എനിക്ക് ടെൻഷനില്ല. എന്തുകൊണ്ട്? ഒന്നും എൻ്റെ അറിയില്ല, ഒന്നും എൻ്റെ തലയില്ല. റബ്ബ് തേച്ചെടുത്തു. ഞാൻ എൻ്റെ വലുപ്പത്തിലല്ലേ പറയണത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ എൻ്റെ അനുഭവം പറയാം, റബ്ബിന്റെ ഫദ്ല് പറയാം. റബ്ബിന്റെ ഫദ്ല്. ഒന്നിനും പറ്റാത്ത മോശപ്പെട്ടവനായ ഞാൻ റബ്ബിനോട് പറഞ്ഞപ്പോൾ അത് നേടിയെങ്കിൽ ഒരു നല്ലോം പറഞ്ഞാൽ എങ്ങനെ നേടും? അല്ലാഹു നന്നാക്കി തരട്ടെ. റബ്ബിനെ ചിന്തിക്ക്. എന്തിനാണ് ഈ പായുന്നത്? കൊട്ടിയും പട്ടിയെടുത്തിട്ട് നാടാകെ. റബ്ബിനോട് പറയാ, റബ്ബ് തീർത്തരും. ഇത് മക്കത്ത് പോണ്ട. മക്കത്ത് പോയ ദുആന്ന് മാത്രമല്ല കേട്ടോ അതിന്റെ അർത്ഥം. ഒരേ നെയ്ത ദുആ സ്വീകരിച്ചിട്ടുണ്ടാവും. അവിടെ അല്ലാഹുക്ക് മക്കത്ത് വരണമെന്നൊന്നുമില്ല. ഇഖ്ലാസിൽ പറഞ്ഞാൽ മതി, റബ്ബേ എനിക്ക് നിന്റെ മാർഗത്തിലില്ലാത്തൊരു ഭക്ഷണം നീ തരരുത്. ഞാൻ നിന്നെ പറ്റി പഠിച്ച ആളാണ്. ഇനി ഞാൻ ദുനിയാവിൽ നാട്ടിലെ പണിക്കോരുത്. എനിക്ക് ഒരൊറ്റ പണി ഉണ്ടാകാൻ പാടുള്ളൂ, നിന്നെ പറ്റി പറയണം. റബ്ബ് ഏറ്റെടുത്തു. റബ്ബിനോട് പറയേണ്ട വിധത്തിലൊന്ന് പറഞ്ഞു. അപ്പോൾ കരഞ്ഞുപോയി.
കണ്ണുനീരിന് ഈ ദുനിയാവിലെ 7 സാഗരത്തെക്കാളും വില ഒരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുനീരിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ. മനസ്സിലായില്ല? 7 മഹാസമുദ്രങ്ങളെക്കാളും വില ഒരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുനീരിനാണ്. അല്ലാഹു വില വെക്കും. അല്ലാഹു നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. മുഅ്മിനാകാൻ നമ്മൾ ദുആ ചെയ്യാം, ബാക്കി അല്ലാഹു ചെയ്തു തരും. ഒരു നല്ല കാലല്ലേ ഇത്? എന്താ നേരം വെളുക്കാൻ നേരത്ത് ഒന്ന് പൊട്ടിക്കരിഞ്ഞാൽ റബ്ബിനോട് പൊട്ടിക്കരിയ എനിക്ക് നന്നാവണം പഠിച്ചോനെ, നന്നാകണം. നന്നാകണം മൂല്യരോട് പറയല്ല. മൂല്യം നന്നാകണം. മൂല്യരാരാ? ടിക്കറ്റ് കൊടുക്കണോ? മൂല്യരാരാ നന്നാണ്ട്? നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടാ? നന്നാകാൻ ടിക്കറ്റ് കൊടുക്കണ മൂല്യരാണോ? പറയുടെ കുട്ടിയാണോ? അല്ലല്ലോ. റബ്ബിനോട് പറഞ്ഞാൽ പോലും റബ്ബേ എനിക്കൊന്ന് നന്നാകണം, അല്ലെങ്കിൽ അങ്ങനത്തെ കതിറുള്ള ആളാകണം. അവരോട് പോയി പറയാം. മനസ്സിലായില്ലേ? ശ്രേഷ്ഠന്മാരെ സദസ്സിൽ പോയിരിക്കുക. കേവലം മുരിയരായ പോരാ, അല്ലാഹു അല്ലാത്ത ഒരാളെയും അയാൾക്ക് പേടിയില്ല. അങ്ങനത്തെ ആലിമിന്റെ സദസ്സിൽ പോയി പറയാം. അതൊക്കെ അത് ആ വാക്കിനെ തീർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എടുക്കണ്ടിനെ റബ്ബിനോട് പറഞ്ഞാൽ പോരാ. റബ്ബേ എനിക്ക് നന്നാകണം. നേരം വെളുക്കാൻ കാലത്തോട്ട് പൊട്ടിക്കരയാൻ പറ്റിയ കാലമാണിത്. നേരം വെളുക്കാൻ കാലത്ത് എണീക്കുന്ന കാലമാണിത്. നേരം വെളുക്കാൻ കാലത്ത് എണീക്കാത്ത ആരാളുള്ളത്? അറിയ മനുഷ്യന്മാരെ, ഏതൊരാളും എണീക്കും. ഈശ നിസ്കരിക്കാതെ ഇറക്കണമെങ്കിലും സുബഹിന് പണിക്കും. ഏത് മാസം പറയണോ? എന്തുകൊണ്ട്? ഹോട്ടലടക്കും. പിന്നെ ഹോട്ടലൊന്നും കിട്ടൂല, അപ്പൊ എണീക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ അവസാനിപ്പിക്കാം. റമളാൻ മാസം കാലമാണ്. 4-4:30 മണിക്ക് എണീക്കാൻ ആർക്കും കഴിയും? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഇതിന്റെ അർത്ഥം ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വ നിഅമൽ വകീൽ, ഞാൻ ഏൽപ്പിച്ചവൻ ഏറ്റവും യോഗ്യനാണ്. നമ്മൾ ആരെ ഏൽപ്പിച്ച്? അല്ലാഹു. 450 വട്ടം പറയേണ്ട ആണ്ടത് 450. സുബഹിന് മുമ്പ് പൊട്ടിക്കറിയാം. ഏതൊരു ജീവിയും കണ്ടിട്ടില്ലേ അമറുന്ന നേരത്ത് മുകളിലേക്ക് നോക്കും. നേരം വെളുക്കാൻ കാലത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവരിൽ പായ വിരിക്ക്, എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കും. അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങളായ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കാണാം. അത് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ്. അതിനെ പോറ്റുന്നതും അല്ലാഹുവാണ്. അതിന് ഈ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമാണ്. ഇപ്പോൾ എന്താണെങ്കിലും ആയിരക്കണക്കായ എണ്ണങ്ങളില്ലേ, അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കായ എണ്ണങ്ങളില്ലേ. അതിനെ പോറ്റുന്ന അല്ലാഹുവിനെ ഈ 3.5 ഫൂട്ടുകൾ തന്നെ പോറ്റാൻ എന്ത് ബുദ്ധിമുട്ടാ എന്ന് പറ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്റെ ഉടമക്കാരൻ യോഗ്യനാണ്, എന്നെ സഹായിക്കുന്നവനും യോഗ്യനാണ്. ഇതൊക്കെ ഒരാൾ തന്നെ. പറ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിനക്ക് എന്തെങ്കിലും കിട്ടൽ അത്യാവശ്യമാണോ? നേരം വെളുക്കാൻ കാലത്ത് മുറ്റത്തേക്ക് ഇറങ്ങ്. എന്നിട്ട് അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങൾ ഒന്ന് നോക്ക്. എന്നിട്ട് അവനോട് പറയാം, യാ വഖാബ് യാ അല്ലാഹ്, യാ വഖാബ് യാ അല്ലാഹ്, യാ വഖാബ് യാ അല്ലാഹ്, യാ വഖാബ് യാ അല്ലാഹ്, യാ വഖാബ് യാ അല്ലാഹ്. അത് കോഴിക്കോട്ടെ 1000 2000 കഴിഞ്ഞോട്ടെ, ചെല്ല് യാ വഖാബ് യാ അല്ലാഹ്. എന്താ അർത്ഥം? ഔദാര്യം തരുന്നവനെ അല്ലാഹുവേ. വെറുതെ തരുന്നവൻ വഖാബ്. എന്താ അർത്ഥം? ഔദാര്യം കൊടുക്കുന്നവൻ. മുലാളിയല്ലേ? ചോദിച്ചൂടെ? ഒരു ലോക്കൽ മുലാളിയുടെ മുറ്റത്ത് പോയും മുലാളി എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും കൊടുക്കാതെ വിടൂലല്ലോ. എങ്കിൽ രാജാതിരാജന്റെ അവസ്ഥ എന്താ? നിന്റെ മുറ്റത്തേക്ക് പായപ്പുറത്തിട്. മനസ്സിലായോ? നല്ല തണുപ്പുണ്ടാവും. നല്ല തണുപ്പാണ്. വീട്ടിന്റെ ഉള്ളിലെ ഫാനിന് വരെ ചൂടാ. എന്നാൽ മുറ്റത്ത് നല്ല റാഹത്ത. വളരെ ഇസ്ലാമിൽ പറഞ്ഞത് വലിയ സുഖാണ്. ഇങ്ങനെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലേക്ക് അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ പായോടെ കൊണ്ടുപോയിടും. നിലക്കൊക്കെ മനസ്സിലായില്ല? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ
മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. മേൽപ്പെട്ട് വഹാബിനോട് പറയേ ഇതല്ലേ വേണ്ടത്, അതാരും അറിയണ്ട. മനസ്സിലായോ? നിന്റെ വീട്ടിന്റെ മുറ്റത്തിൻ്റെ സ്വർഗം, നിന്റെ വീട്ടിന്റെ മുറ്റത്തിന്റെ ഖനി. ഏത് സ്വർണ്ണഖനി നിന്റെ വീട്ടിന്റെ മുറ്റത്തിന്റെ മുറ്റത്തിൽ പായിട്ട് അട്ടപ്പാതിന ആരും കണ്ടില്ല. എപ്പോഴും നോക്കി യാ വഖാബ് യാ അല്ലാഹ് ചൊല്ലി ചൊല്ലി യാ വഖാബ് യാ അല്ലാഹ് യാ വഖാബ് യാ അല്ലാഹ് യാ വഖാബ് യാ അല്ലാഹ് യാ വഖാബ് യാ അല്ലാഹ്. ഔദാര്യം തരുന്നവനെ അല്ലാഹുവേ. ഇതൊരു വാത്സല്യമായിരിക്കും അല്ലാഹു നമ്മളോട്. ആ നേരത്തെ അല്ലാഹു സുബ്ഹിയുടെ ബാങ്ക് വരെ ഭൂമിയിലേക്ക് പ്രത്യേകം നോക്കുമത്രേ. എന്നിട്ട് പറയും മയസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് കൊടുക്കാമല്ലോ. അതാണ് നേരം. പാതിരാത്രി കഴിഞ്ഞാൽ സുബൈന്റെ വാക്കുകൾ കൊടുക്കുന്നവരെ അള്ളാഹ് പറയത്ര എന്ത് പറയും? പറയടോ, എന്താ അള്ളാഹ് പറയും? ആരാണ് ചോദിക്കണേ ഞാൻ കൊടുക്കാലോ, ആരാണ് ചോദിക്കണേ ഞാൻ കൊടുക്കാലോ. അപ്പൊ ഈ ചോദിക്കുക യാ വഖാബ് യാ അല്ലാഹ് യാ വഖാബ് യാ അല്ലാഹ്. എന്നോട് പറയാൻ ഇടക്ക് പക്ഷേ എനിക്കൊരു പ്രയാസമാണ്, തീർത്തരണം. പരിഹരിച്ചിരിക്കും. ഇതിന് പഠിക്കുന്നു. ചിലപ്പോ ഈ വിചാരിച്ച മാർഗത്തിലാവില്ല, ചിലപ്പോൾ മനസ്സിലായോ? ഈ വിചാരിച്ചേ സ്ഥലത്ത് പോയി ഇറങ്ങി കൈകയിലെ കേസ് കഴിഞ്ഞു. ഈ നാട്ടിലേക്ക് പോകലും പോകാതൊക്കെ ആദ്യം ഒരു കട്ടൻ ചായ കുടിക്കണം. ചായക്കുള്ള 10 രൂപ പോക്കറ്റില്ല, പോക്കറ്റൊക്കെ ആരോ അടിച്ചുകൊണ്ടിട്ടുണ്ട്. എന്തിനാ കട്ടൻ ചായ ഇട്ടാൽ പഠിച്ചോനെ അതിന് പൈസ ഇല്ലല്ലോ. ഒരു കട്ടൻ ചായക്ക് ഇപ്പോൾ ഒരാളോട് ഉപയോഗിക്കണം, എന്ത് മോശം. തൽക്കാലം അടുത്ത പള്ളിയിൽ കയറിയിട്ട് നാട്ടിൽ പള്ളിയിലെ ഉസ്താദിനോട് പോയി പറയും, ഉസ്താദെ നിങ്ങളെ നമ്പറിൽ ഞാൻ അയച്ചുതരാം പൈസ, നിങ്ങൾ എനിക്ക് 100 രൂപ 200 രൂപ. അതൊക്കെ മാന്യമായ സ്വഭാവങ്ങളാണ്. മുമിനിങ്ങൾ കൊഞ്ഞൽ പള്ളി കയറി ചെല്ലും ഇങ്ങോട്ടാ പറയും പള്ളിയിലേക്ക് തന്നെ. അത്ര ആളുകൾ പരിഹരിക്കുകയും ചെയ്യും. എത്രയോ എൻ്റെ ജീവിതത്തിലും നിങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. നിങ്ങൾക്ക് കുഴങ്ങും മനുഷ്യന്മാർ. അതേ സമയത്ത് ഒരു കട്ടൻ ചായക്കുള്ള 10 രൂപ എങ്ങനെ പള്ളി പോയി ചോദിക്കാം? ഇങ്ങനെ പഠിച്ചോനെ റബ്ബേ കുഴങ്ങിയല്ലോ. അപ്പോഴാണ് പഴയ ചങ്ങായും 2 ചങ്ങായിമാരും എല്ലാരും കൂടെ ബാംഗ്ലൂർ കാണാൻ വന്നതാ. ബാംഗ്ലൂർ സ്ഥലം എന്താ കുഞ്ഞിപ്പ അവിടെ ഇടുവാ കൂട്ടി കൊണ്ടുപോയി. നിങ്ങളെന്തേ? ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്, ഞങ്ങൾ ഇന്നാലും സ്ഥലത്തേക്ക് പോവുകയാണ്, വല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാ, എന്നാ അങ്ങോട്ട് വാ. ഞങ്ങൾ കഴിച്ചോളൂ. ഞാൻ കഴിച്ചു. അല്ലല്ല പിന്നെന്തായി? പിന്നെ നേരെ മന്തിക്കടയൊക്കെ കയറിയത്. നല്ല മന്തി ഫുള്ള് ലോഡ് തിന്ന്. പിന്നെ എന്ത് പറഞ്ഞേ, നീ എല്ലാവർക്കും കട്ടൻ ചായക്ക് വിരോധമുണ്ടോ? ഇറങ്ങിയത് തന്നെ എന്തിനാ അറിയടോ? കട്ടൻ ചായക്ക പള്ളർച്ച് മന്തി കിട്ടി, കട്ടൻ ചായ കിട്ടി. ആര് തന്നു? പറയാ, ആരടാ തന്നത്? അല്ലാഹ്. അവനാണ് അല്ലാഹു, അവനാണ് അല്ലാഹു, അവനാണ് അല്ലാഹു, അവനാണ് അല്ലാഹു. ഓനെ പേടിച്ചതാ. എന്തിനാടാ ഈ തൂട്ടം തുറിയാളെ പേടിച്ചു നടക്കുന്നത്? രാവിലെ ഉണ്ണുകയും രാവിലെ വിസർജിക്കും, രാത്രി ഉണ്ണുകയും രാവിലെ വിസർജിക്കുകയും ചെയ്യുന്ന നമ്മളെപ്പോലത്തെ കക്കൂസ് പോണ മനുഷ്യന്മാരെ എന്തിനാണ് പേടിക്കുന്നത്? റബ്ബിനെ പേടിച്ചപ്പോൾ ബാക്കി ആരും നടത്തും. ആരെങ്കിലും തലവിട്ടിയാലോ നമ്മളെ അള്ളാഹു തആല സ്വർഗത്തിലെത്തിക്കാൻ തീരുമാനിച്ച ദിവസേ തലവിട്ടുള്ളൂ. വിളിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ? അതാണ് ഇഖ്ലാസ് കിട്ടണമെങ്കിൽ ആദ്യത്തെ വഴി. എന്ത്? അള്ളാഹു അല്ലാത്ത ഒരാളെയും ഭയപ്പെടരുത്. ഈമാൻ കിട്ടാൻ മനസ്സിലായില്ലേ? ലാ യസ്ലു അഹദുൻ ഹഖീഖത്തുൽ ഈമാൻ. മനസ്സിലായില്ലേ? ഒരാളും ഈമാന്റെ ഹഖീഖത്തിൽ എത്തുകയില്ല. എപ്പോൾ എത്തുകയില്ല? മാ അലാ വജ്ഹിൽ അർളി ശൈഉൻ യഖാഫുഹു. അവന് ഭയപ്പെടാവുന്ന ഒരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, അവന് ഭയപ്പെടുന്ന അല്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഈമാന്റെ ഹഖീഖത്തിലെത്താൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ ഈ ലോകത്ത് അല്ലാത്ത ഒരാളെയും ഭയപ്പെടാത്ത ഒരാൾക്ക് എന്ത് യഥാർത്ഥത്തിൽ കിട്ടുള്ളൂ? പറയടോ, ഈമാൻ കിട്ടുള്ളൂ. അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. على النبي صلى الله حق لا إله إلا الله. الفاتحة.